ഹലോ ഫ്ലക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. ഈ ഉച്ചമയക്കം കഴിഞ്ഞ് കഴിയുമ്പം എനിക്കറിയത്തില്ല എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു പ്രശ്നമാണ് ഉച്ചമയക്കം കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിയുമ്പം ഒരു മധുരം കഴിക്കുക. അതൊരു നിർബന്ധമാണ്. എന്തെങ്കിലും ഒരു മധുരമുള്ള ഒരു സാധനം കഴിക്കാനായിട്ട് നമുക്കിങ്ങനെ തോന്നും. വല്ലാതെ ഒരു തോന്നലാണ്. അപ്പം ഞാനൊന്ന് അടുക്കളയിൽ പോയി നോക്കി എന്തെങ്കിലും ഉണ്ടോ ഇരിപ്പ്, ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ ഇരിപ്പ് എന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ കയ്യിൽപ്പെട്ടത് ഈ സെവായി എന്ന് പറയുന്ന സാധനം. അതായത് സേമിയ എന്ന് നമ്മുടെ നാട്ടിൽ പറയും, ഇവിടെ സെവായി എന്നാണ് പറയുന്നത്. അപ്പം ഈ സംഭവം എൻ്റെ കയ്യിൽപ്പെട്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ പാല് വിരിപ്പുണ്ട്. എന്നാൽ പിന്നെ ഒരു തട്ടിക്കൂട്ട് പായസം അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചട്ടി വെക്കുന്നു. അതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെയ്യ്, നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കി ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതേ നെയ്യ് തന്നെ നമ്മൾ ഒഴിക്കുന്നു. അതിനകത്തോട്ട് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നു. അതാണ് ഫസ്റ്റ് പ്രോസസ്സായിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആദ്യം നമുക്ക് സെവായി വറുത്തെടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് ഇത് വറുത്തെടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ പാലാണെങ്കിൽ തിളപ്പിക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ സൗകര്യമാണ്. ഞാനിതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഞാൻ കിസ്മിസ് വറുത്തെടുത്തു. അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അതും ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് വറുത്തെടുത്ത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തോട്ട് തന്നെയാണ് സേവായി ഇട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സേവായു ഇട്ടു. എൻ്റെ സേവായി വറുത്ത സേവായി ആയിരുന്നു കേട്ടോ. എന്നാലും ഞാൻ അതൊന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പം. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഒന്ന് ചൂടാക്കി കൂടി എടുത്തിട്ടുണ്ട്. അപ്പം അതൊരു രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട. അതിന് മുമ്പേ നമ്മൾ വറുത്ത് ഇരിക്കുന്ന സെവായി അല്ലേ, ഒന്ന് ജസ്റ്റ് ചൂട് കയറിയാൽ മാത്രം മതി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വറുത്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അത് വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്തത് നമുക്ക് വേണമല്ലോ, പാലിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, നമുക്കറിയാമല്ലോ. അപ്പം പാല് അടുത്തത് തീയെ വെച്ചു. അതങ്ങ് തിളപ്പിക്കുകയാണ്. നല്ല പോലെ ഒന്ന് തിളയ്ക്കണം. നല്ല പോലെ തിളച്ച് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു കൂട്ടും കൂടി അങ്ങ് തയ്യാറാക്കിയാൽ 1 സ്പൂൺ പഞ്ചസാര ഇടുക. അതിനകത്തോട്ട് കുറച്ച് ഒരു 4-5 ഏലക്ക ഇടുക. അതുപോലെ തന്നെ കുറച്ച് ചെറുജീരകവും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിക്കകത്ത് പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടുകയും ചെയ്യും. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പാലിവിടെ തിളച്ചിട്ടുണ്ട്. നല്ല പോലെ തിളച്ചു. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സേവായി അതിനകത്തോട്ട് ചേർക്കുക. സേവായി ചേർത്ത് കൊടുക്കുക. അതായത് സേമിയ എന്നൊക്കെ പറയുന്ന സേവായി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് വേവണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ അത് കുറച്ച് സമയം പിടിക്കും. നല്ലപോലെ വെന്തിട്ട് മധുരം ചേർത്തില്ലെങ്കിൽ അത് വേവില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എനിക്കറിയത്തില്ല. ഞാൻ നല്ലപോലെ വെന്ത് കഴിയുമ്പോഴാണ് ഞാൻ ചേർക്കുന്നത്, ഇത് മധുരം ചേർക്കുന്നത്. അപ്പം അതിൻ്റെ ഈ വെള്ള കളർ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പാല് കുടിക്കുന്ന ഒരു ഫീലാണ്, ഇല്ലെങ്കിൽ ഇതാണ്. അപ്പം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി അതിനകത്തോട്ട് ഇടും. അപ്പോൾ അതിൻ്റെ ആ കളറൊന്ന് ചേഞ്ച് ചെയ്ത് നല്ലൊരു യെല്ലോ കളറും കൂടി അങ്ങോട്ട് വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാരമലൈസ് ചെയ്തിട്ട് അങ്ങനെയും ചേർക്കാം കേട്ടോ. മറ്റേ എന്താ പറയുന്നത്, നമ്മുടെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് അതിനകത്തോട്ട് പാലൊഴിച്ച് തിളപ്പിച്ച് അപ്പോൾ നമുക്കൊരു ചായയുടെ ഒരു കളർ കിട്ടും, ബ്രൗൺ കളറിലോട്ട് അത് മാറും. അപ്പോൾ നമ്മുടെ സേവായി വെന്തോന്ന് നോക്കുന്നു. സേവായി വെന്തു എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഫസ്റ്റ് ചേർക്കുക. പഞ്ചസാര കൂട്ട് നമ്മൾ ഏലക്കായും ജീരകവും കൂടി ഇട്ട് പൊടിച്ചിട്ടില്ലേ, അത് ആദ്യം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനെ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം. ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടു അതിൽ ആ കൂടത്തിൽ തന്നെ. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം, നമ്മൾ ആദ്യം കുറച്ച് മധുരം 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് പിന്നീട് മധുരം ചേർക്കാൻ പാടുള്ളൂ. അപ്പം ആ മധുരവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പായസം ഇവിടെ റെഡിയാവും. അപ്പം ഇനി അങ്ങ് കഴിച്ചാൽ മതി. അപ്പം നമ്മുടെ വൈകുന്നേരത്തേക്കുള്ള മധുരത്തിൻ്റെ കാര്യത്തിനൊരു തീരുമാനമായി. നമുക്കിനി കഴിച്ചാൽ മതി. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കറക്റ്റ് പരുവം നിങ്ങൾക്ക് നോക്കാം. നല്ലപോലെ കൊഴുത്തിരിക്കണമെങ്കിൽ കുറച്ചും കൂടി കുറുക്കിയെടുക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഗ്ലാസ്സിൽ നിന്ന് കുടിക്കാവുന്ന പരുവത്തിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.